സാർ, റഷ്യയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വൻതോതിൽ എണ്ണ മേടിക്കുന്നു. ഇതാണ് അമേരിക്കയെ വല്ലാതെ ചൂടിപ്പിച്ചത്. ഇപ്പം ഇന്ത്യയുടെ പുതിയ US അംബാസഡറായിട്ട് വരാൻ പോകുന്ന സെർജിയോ ഗോർ പറയുന്നു, ഇന്ത്യ ഇനി അമേരിക്കയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങണം. ആ പറച്ചിലിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവില്ലേ? ഇത് നമ്മൾ കുറച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ട്രംപ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നല്ലോ. അതെ, പ്രചാരണത്തിന് പണം വേണം. ആ സമയത്ത് ട്രംപിനെ കൈയയച്ച് സഹായിച്ചവരാണ് അമേരിക്കയിലെ 13 ഭീമൻ എണ്ണ കമ്പനികൾ. അവിടെ മറ്റേ എണ്ണ നന്നായിട്ടുണ്ട്. ന്യൂയോർക്ക് നഗരം തന്നെ ഒരു എണ്ണപ്പാടത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിലേക്കൊന്നും കയറിയിട്ടില്ല അവര്. പക്ഷെ ആ ഭീമൻ എണ്ണ കമ്പനികൾക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ട്രംപ് ആ സമയത്ത് ഏറ്റിരുന്നു. അപ്പോ ഇന്ത്യയും ചൈനയുമാണ് ലോകത്ത് വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ, അല്ലേ? വലിയ മിഡിൽ ക്ലാസ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നാണ് ഇപ്പൊ കൂടുതൽ എണ്ണ വാങ്ങുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 1% മാത്രമേ നമ്മൾ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് മേടിച്ചിരുന്നുള്ളൂ. ഇപ്പൊ 40% റഷ്യയിൽ നിന്നാണ് മേടിക്കുന്നത്. കാരണം നമുക്ക് ചീപ്പായിട്ട് തരുന്നുണ്ട്. വിപണിയിലെ വില നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോ ഈ താരിഫ് യുദ്ധം ഉണ്ടല്ലോ, ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയത്, ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഭീമന്മാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിച്ചാൽ മതി എന്ന് സെർജിയോ ഗോർ, ഇന്ത്യയിൽ സ്ഥാനപതി, ജനുവരി മുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ സ്ഥാനപതി ഇല്ല. അപ്പോൾ സെർജിയോ ഗോർ സ്ഥാനപതിയായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഈ ഓരോ ആളുകളുടെ നിയമനം നടന്നു കഴിഞ്ഞാൽ, പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, സെനറ്റ് ഇവരെ ഒരു വിചാരണ, മൊഴിയെടുപ്പ് പോലെ ഒരു പരിപാടിയുണ്ട്, നടത്തും. അപ്പോൾ സെനറ്റിലെ കൺഫർമേഷൻ ഹിയറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെനറ്റിലെ കൺഫർമേഷൻ ഹിയറിംഗ് ആയിരുന്നു സെർജിയോ ഗോറിൻ്റെത് കഴിഞ്ഞ ദിവസം. അപ്പോൾ സെർജിയോ ഗോർ പറഞ്ഞു, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ മതി. അതായത് US എണ്ണ വിപണിയിൽ ഇന്ത്യ ഏർപ്പെടണം, എന്നാൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. അമേരിക്കയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിൽ, പിന്നെ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNG, ഇതൊക്കെ ഇന്ത്യ വാങ്ങിക്കണം, എന്നാൽ പ്രശ്നം അവസാനിക്കും എന്ന് സെർജിയോ ഗോർ സെനറ്റ് ഹിയറിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ ഒരു വലങ്കൈ ആയ ആളാണ് ഈ സെർജിയോ ഗോർ. അപ്പൊ ട്രംപിന്റെ മനസ്സിലിരിപ്പും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ട്രംപ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപ് എന്ത് ചെയ്താലും കച്ചവടത്തിന് വേണ്ടിയായിരിക്കും. അവിടുത്തെ എണ്ണ ഭീമന്മാരുടെ കയ്യിൽ നിന്ന് ട്രംപ് പണം വാങ്ങി. അപ്പൊ അവർക്ക് അല്ലേ, അങ്ങോട്ടും കൊടുക്കണമല്ലോ. എന്താണ് ഉപകാരസ്മരണ, അതുണ്ടല്ലോ, നിങ്ങൾക്ക് കച്ചവടം ഞാൻ ഉണ്ടാക്കി തരാം, അതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ ഈ സെനറ്റ് ഹിയറിങ്ങിൻ്റെ അകത്ത് ഗ്രോയിങ് മിഡിൽ ക്ലാസ് എന്ന് സെർജിയോ ഗോർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ മധ്യവർത്തികൾ, അല്ലേ, ഇടത്തരം വർഗം, അവര് നമ്മൾ 4ാമത്തെ വൻശക്തിയാണല്ലോ. ഇന്ത്യയിലെ മധ്യവർഗത്തിന് വലിയ പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യയിലെ മധ്യവർഗത്തിന് വേണ്ടി ഇനി എണ്ണ ധാരാളമായിട്ട് വരും. സ്കൂട്ടർ, അല്ലേ, ബൈക്ക്, കാറ്, എത്രയോ പേര് കാർ മേടിക്കുന്നില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർ വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ എണ്ണ ഭീമന്മാരെ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത്, ഞാൻ ഒരു കണക്ക് വായിച്ചത് 1.5 ലക്ഷം കോടി രൂപയോ മറ്റും നമുക്ക് കൂടുതലാവും അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് അവിടുത്തെ എണ്ണ ഭീമന്മാരെ ഇന്ത്യ തൃപ്തിപ്പെടുത്തണം. ഇതാണ് ഈ താരിഫ് യുദ്ധത്തിൻ്റെ പുറകിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ട്രംപിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ യുക്രൈൻ യുദ്ധം എന്നൊക്കെ ഉള്ളത് ഈ പറച്ചിലില്ലേ, യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി റഷ്യക്ക് പൈസ കൊടുത്ത് യുക്രൈൻ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നു ഇന്ത്യ, ഇതല്ലേ പറഞ്ഞത്? ഇതൊക്കെ വെറുതെ പറച്ചിലാണ്.
അപ്പോൾ ക്രൂഡ് ഓയിൽ, പെട്രോൾ ഉൽപ്പന്നങ്ങൾ, LNG നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുക. അമേരിക്കയുടെ ജനസംഖ്യയേക്കാൾ വലുതാണ് ഇന്ത്യയുടെ മധ്യവർഗത്തിൻ്റെ സംഖ്യ. അതാണ്. അപ്പോൾ വലിയ സാമ്പത്തിക അവസരങ്ങളാണ് അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യൻ മധ്യവർഗം തുറന്നിടുന്നത്. ഗോറിന് 38 വയസ്സേ ഉള്ളൂ ഇവിടെ സ്ഥാനപതിയാകാൻ പോകുന്ന ആൾക്ക്. 2021 കണക്ക് വെച്ചിട്ട് ഇന്ത്യയിലെ മധ്യവർഗം 31% ജനസംഖ്യയുടെ. 2031 ആകുമ്പോൾ ജനസംഖ്യയുടെ 38% മധ്യവർത്തികളായിരിക്കും, ഇടത്തരക്കാർ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമ്പദ് രംഗം ചത്തതാണെന്ന് പറഞ്ഞില്ലേ ട്രംപ്? അങ്ങനെ ചത്തതൊന്നുമല്ല, വളരെ ശക്തിയും ശേഷിയും ഉള്ളതാണ് എന്ന് അമേരിക്ക ഈ സെർജിയോ ഗോർ സമ്മതിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ട്രംപ് അവിടെ ഈ ഓയിൽ ജയൻസ്, എണ്ണ ഭീമന്മാരുടെ നിന്ന് പണം വാങ്ങിച്ചു. ഫോസിൽ ഫ്യൂവൽ ജയൻസ് എന്ന് പറയും. ഫോസിൽ ഫ്യൂവൽ ആണല്ലോ എണ്ണ. അപ്പോൾ ആ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഡ്രിൽ ബേബി ഡ്രിൽ എന്നായിരുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ. എണ്ണ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. കൂടുതൽ എണ്ണ, ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ലോകം മുഴുവൻ അമേരിക്കയിൽ നിന്നുള്ള എണ്ണയായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അവിടെ എണ്ണ ഉൽപ്പാദനം, ചരിത്രത്തിൽ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദനം നടന്ന മാസമാണ് ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വൻ ഉൽപ്പാദനം അവിടെ നടക്കുന്നു. ഈ വേനലിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദനമായിരുന്നു അമേരിക്കയിൽ നടന്നത് എണ്ണയുടെ. അപ്പോൾ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ കൊണ്ടുവന്നിരുന്നു. എണ്ണ ഭീമന്മാർക്ക് ഇളവ് കൊടുക്കുന്ന നിയമം അവിടെ പാസ്സാക്കി. ഇത്തവണ ട്രംപ് വന്ന ശേഷം ജൂലൈയിലാണ് നിയമം കൊണ്ടുവന്നത്. $18 ബില്യൺ ടാക്സ് ഇളവുകൾ എണ്ണ ഭീമന്മാർക്ക് ട്രംപ് കൊടുത്തു. അതായത് 1.58 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ കറൻസിയിൽ കൊടുത്ത ഇളവുകൾ കൊടുത്തു. സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു എണ്ണ ഭീമന്മാരെ. അപ്പോൾ എണ്ണ ഗ്യാസ് വ്യവസായത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ $750 ബില്യൺ എണ്ണ വില വരുന്ന എണ്ണ അടുത്ത 3 കൊല്ലം കൊണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചോളണം എന്ന് കരാറായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട്. നാറ്റോയെ പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ. ഇടയ്ക്ക് നാറ്റോയെ ഭീഷണിപ്പെടുത്തുമല്ലോ, ഞങ്ങൾ സഹായിക്കില്ല എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ചൈനയ്ക്കെതിരെ തീരുവ ചുമത്തണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ടെന്ന് ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ചൈനയ്ക്കെതിരെ. അപ്പം 3 കൊല്ലം യൂറോപ്യൻ യൂണിയൻ $750 ബില്യൺ എണ്ണ മേടിക്കും. 66 ലക്ഷം കോടി രൂപ. അതാണ് വലിയ 35 ട്രില്യൺ അല്ലേ മറ്റേ ഡോളർ കടമുണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ ഈ കടമൊക്കെ നികത്താനുള്ള വഴിയാണ് നോക്കുന്നത്. അതാണ് നിങ്ങൾ വിമാനം വാങ്ങണം അല്ലേ, ഫാക്ടറി ഇട്ട് മേടിക്കണം, നിങ്ങൾ S-400 മേടിക്കരുത്. ഇങ്ങനെ ആജ്ഞാപിക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഫെബ്രുവരിയിൽ മോദി അവിടെ പോയി കഴിഞ്ഞപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ അമേരിക്ക ഇന്ത്യയിൽ എണ്ണയുടെ സപ്ലയർ ആയിരിക്കും എന്നൊരു വാചകം ഉണ്ട് അതിൻ്റെ അകത്ത്. 2025 ഈ കൊല്ലം ആദ്യ പകുതിയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന 50% കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നാറ്റോ രാജ്യങ്ങൾ ചൈനയ്ക്ക് 50 മുതൽ 100% വരെ തീരുവ ചുമത്തണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈനയും അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ക്യാമ്പയിൻ കാലത്ത് ട്രംപ് ഈ എണ്ണ കമ്പനികളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവുകളിൽ നിന്ന് $1 ബില്യൺ ചോദിച്ചിരുന്നു സഹായമായിട്ട്. 2024 ഓഗസ്റ്റ് 31 വരെ $14 മില്യൺ അവർ കൊടുത്തിരുന്നു. പിന്നീടും കൊടുത്തു. എനർജി ട്രാൻസ്ഫർ, ഒരു പൈപ്പ് ലൈൻ ഓപ്പറേറ്റർ കമ്പനിയാണത്, എനർജി ട്രാൻസ്ഫർ, അവർ $6 മില്യൺ കൊടുത്തു. ടെക്സാസിലെ ക്രൗൺ ക്വസ്റ്റ് എന്ന് പറഞ്ഞ എണ്ണ കമ്പനി $5 മില്യൺ കൊടുത്തു ട്രംപിന്. കോണ്ടിനെൻ്റൽ റിസോഴ്സസ് 1.2 മില്യൺ കൊടുത്തു.
നാലാമത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി ഓക്സിഡൻ്റൽ പെട്രോളിയം കാശ് കൊടുത്തു. ഹിൽ കോർപ്പറേഷൻ എണ്ണ ഭീമൻ കാശ് കൊടുത്തു. ഷെവ്രോൺ കാശ് കൊടുത്തു. എക്സോൺ, ഇതൊക്കെയല്ലേ വലിയ ഭീമന്മാർ, അതെ, കാശ് കൊടുത്തു. എക്സോൺ, ഷെവ്രോൺ, ഹിൽകോർപ്പ്, ഓക്സിഡൻ്റൽ, കോണ്ടിനെൻ്റൽ എനർജി ട്രാൻസ്ഫർ, ക്രൗൺ ക്വസ്റ്റ് തുടങ്ങി 13 എണ്ണ ഭീമന്മാർക്ക് വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കണമെന്ന് പറയാനല്ലാതെ നമ്മൾ എന്ത് സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് പറ്റുക? ഇപ്പോൾ ഈ പറയുന്ന സെർജിയോ ഗോർ ഉൾപ്പെടെയുള്ള ആൾ അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ചില പ്രഷർ ചെലുത്താം, എന്നതിനപ്പുറത്തേക്ക് നിർബന്ധിക്കാൻ പറ്റുമോ നമ്മുടെ? അതായത് സെർജിയോ ഗോർ ഇവിടെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇനി ഏത് സമയത്തും. ഇപ്പോൾ ക്ലിയർ ചെയ്തല്ലോ, കൺഫേം ചെയ്യാണ്. അപ്പോൾ വന്നിട്ട് ഗോറിനെ എന്തിനാണ് ട്രംപ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് ആലോചിച്ച് നോക്കൂ. അയക്കുന്നത് ഇത് ശരിയാക്കിയിട്ട് വാ എന്ന് പറയാനാണ്. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിടുക. അത് ഏൽപ്പിച്ചില്ലെങ്കിൽ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് സെർജിയോ ഗോറിനെ പറഞ്ഞു വിടും. അപ്പൊ സെർജിയോ ഗോർ ഹിയറിംഗിൽ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യക്ക് മുന്നറിയിപ്പാണെന്ന് അർത്ഥം. നമ്മുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഒക്ടോബർ വരെയുള്ളതൊക്കെ കരാറായിട്ടുണ്ട്. നമ്മൾ വിപണി വില എന്താണോ അതനുസരിച്ചിട്ടേ എണ്ണ വാങ്ങിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് മാത്രം. അല്ലെങ്കിൽ നമ്മൾ വേറെ പണിയൊക്കെ നോക്കും. ബ്രിക്സ് രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചൈനയുമായിട്ട് ചേർന്ന് നമ്മളുടേതായ രീതികൾ നമ്മുടെ നയം പ്രകടമാക്കി. SCO ഉച്ചകോടിക്ക് പോയി ഇല്ലേ ചൈനയില്. ബ്രിക്സ് ഇപ്പൊ തിങ്കളാഴ്ച ബ്രിക്സ് ഓൺലൈൻ മീറ്റിംഗ് നടന്നു. ഏറ്റവും ഇതിൻ്റെ അകത്ത് വേട്ടയാടപ്പെട്ട ഒരു രാജ്യമല്ലേ ബ്രസീൽ. ബ്രസീലിന്റെ നേതൃത്വത്തില് മോദിയും ട്രംപും വലിയ സുഹൃത്തുക്കളായതുകൊണ്ടാണ് ബ്രസീൽ ഇതുവരെ മിണ്ടാതിരുന്നത്. ഇപ്പം അത് മാറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതും ഡോളറൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിക്സ് ആലോചിക്കും. സൗദി അറേബ്യയും ഡോളറിലല്ല കച്ചവടം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ എണ്ണ നമ്മൾ പല സ്ഥലത്തു നിന്നും നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ മേടിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ 8% നമ്മുടെ ഉപഭോഗത്തിൻ്റെ ഇപ്പം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞിട്ട് 1.5 ലക്ഷം കോടി രൂപ നമുക്ക് കിട്ടുന്നത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ തോതിലൊക്കെ നമുക്ക് സഹായിക്കാം ട്രംപെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് ആട് പാമ്പേ എന്ന് പറഞ്ഞൊരു പാട്ട്, ആട് ട്രംപേ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.